എന്താടി കൊച്ചേ വരുന്നാ? വാടി. നിന്റെ റേറ്റ് എത്രയാന്ന് പറ. നോക്ക്, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. ഞാൻ എന്റെ ഹസ്ബൻഡിനെ വിളിക്കും. എല്ലാ പെമ്പിള്ളേരും ഇത് തന്നെയാ പറയാറ്. പറയേ, നിനക്ക് എത്രയാ വേണ്ടേ? അനാവശ്യം പറയാതെ ഇവിടുന്ന് പോകുന്നുണ്ടോ? ഇങ്ങോട്ട് വാടി. വാ. എന്നെ വീട്. എന്റെ ഭാര്യയാടാ. നിന്റെ ഭാര്യയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാടാ? എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. വാടി. വീട്. അവനെ ശരിക്കും ചോദ്യം ചെയ്യേ, എന്തെങ്കിലും ഒന്ന് കിട്ടും. യെസ് സർ. ഇൻസ്പെക്ടർ സാറേ, സർ സർ പ്ലീസ് എന്റെ ഭാര്യ ഒന്ന് അന്വേഷിച്ചു തരാമോ? എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല സർ. പ്ലീസ് സർ. നോക്ക്, നിങ്ങളൊന്ന് റിലാക്സ് ആവോ. പോലീസ് നിങ്ങളെ സഹായിക്കാനുള്ളത്. കാര്യം എന്താന്ന് പറ. ഇന്നലെ രാത്രിയിലത്തെ കാര്യം സർ. ഏത് സാരിയാ ഉടുക്കണ്ടേ? ഇതോ ഇതോ അതോ ഇതോ? നീ ഏതെങ്കിലും ഉടുക്ക്, അല്ലെ തന്നെ നീ സുന്ദരിയല്ലേ. ഒന്നും ഉടുത്തില്ലെങ്കിലോ? അല്ല, അടിപൊളിയാണല്ലോ. എന്നാ പിന്നെ നല്ല സുഖമല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, പുറത്തെ പോക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഇരുന്ന് ഓർഡർ ചെയ്യാന്നേ. വേണ്ട വേണ്ട, ദിവസം മുഴുവൻ നിങ്ങൾ ഓഫീസിൽ ബിസിയാ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പിന്റെ പുറകിനാ. ഇന്ന് ഒരു ജോലിയും ചെയ്യണ്ട, മുഴുവൻ സമയവും എന്റെ കൂടെ ചെലവഴിക്കണം. ശരി ചക്കരെ, ഇനി ഇന്ന് ഒരു ജോലിയില്ല. നിന്റെ കൂടെ മാത്രമേ ഞാൻ സമയം സ്പെൻഡ് ചെയ്യൂ. പക്ഷെ നീ ചൂടാവരുത്. ഇനി നന്നായിട്ടൊന്ന് ചിരിച്ചു കാണിച്ചേ. ആഹാ, എന്തൊരു ഭംഗിയാ. ശരി, ചെല്ല്, പെട്ടെന്ന് റെഡിയാകു. ഞാൻ 5 മിനിറ്റിൽ വരാം. ഒന്ന് കൺട്രോൾ ചെയ്യേ, കരയല്ലേ. ഇതാ വെള്ളം കുടിക്കും. വേണ്ട സാർ, എനിക്കൊന്നും വേണ്ട. എനിക്ക് എന്റെ രാധിക മാത്രം മതി. പ്ലീസ് സാർ. എന്നാ പറയേ, എന്താ സംഭവിച്ചത്? ഡിന്നർ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഐസ്ക്രീം കഴിക്കുന്നോ? ഇവിടെ അടുത്ത് കിട്ടും. വേണ്ട, എനിക്ക് ഐസ്ക്രീം വേണ്ട. എടി, ജസ്റ്റ് 5 മിനിറ്റ്. ഞാൻ ദാ പോയി ദാ വന്നു. നീ ഇവിടെ തന്നെ നിന്നോണം, ഓക്കെ? എന്താടി കൊച്ചേ വരുന്നാ? വാടി. നിന്റെ റേറ്റ് എത്രയാന്ന് പറ. നോക്ക്, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. ഞാൻ എന്റെ ഹസ്ബൻഡിനെ വിളിക്കും. എല്ലാ പെമ്പിള്ളേരും ഇത് തന്നെയാ പറയാറ്. പറയേ, നിനക്ക് എത്രയാ വേണ്ടേ? അനാവശ്യം പറയാതെ ഇവിടുന്ന് പോകുന്നുണ്ടോ? ഇങ്ങോട്ട് വാടി. വാ. എന്നെ വീട്. എന്റെ ഭാര്യയാടാ. നിന്റെ ഭാര്യയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാടാ? എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. വാടി. വീട്. ദേ നോക്ക്, നിങ്ങളൊന്ന് റിലാക്സ് ആവുക. പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ ഭാര്യയെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും.
എന്നിട്ട് ആ കുറ്റവാളികൾക്ക് ശിക്ഷയും മേടിച്ചു കൊടുക്കും. നിങ്ങൾ പൊയ്ക്കോളൂ. പിന്നെ നിങ്ങൾ ആ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തോ? സാറേ, എൻ്റെ തല പരിക്ക് പറ്റി, പിന്നെ ഞാൻ മയങ്ങിപ്പോയി, പിന്നെ ഞാൻ നേരെ ഇങ്ങടെ വന്ന് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല സാർ. ആ രാജ്ദീപ് സാർ. ഇയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഡീറ്റെയിൽസ് ക്രോസ് ചെക്ക് ചെയ്യും. ശരി സാർ, വരൂ. കൊടുങ്കാറ്റ് വീശിക്കഴിഞ്ഞാൽ ഒരു കൃഷിയിടത്തിന്റെ അവസ്ഥ എങ്ങനെയാകുമോ അതുപോലെ തന്നെ അജയുടെ ജീവിതവും തകർന്നു പോയിരുന്നു. കുറ്റകൃത്യങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. രാജ്യത്ത് നീതിന്യായ സംവിധാനം നിലവിലുണ്ടായിട്ടും ചില കുറ്റവാളികൾക്ക് അതിനൊന്നും യാതൊരു വിലയുമില്ല. സാറേ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഈ അജയും രാധികയും അവർ റെസ്റ്റോറൻറ്റിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോയിരുന്നു. പിന്നെ സാറേ, ഈ അജയ് ഇടയ്ക്ക് അവിടുന്ന് പാഴ്സൽ വാങ്ങാറുമുണ്ട്. സാറേ, എൻ്റെ അഭിപ്രായത്തിൽ ഈ കേസ് ഓപ്പണാ. ഇതേതോ ലോക്കൽ ആൾക്കാർ ചെയ്തതായിരിക്കും. ഇല്ല, ഇത് ലോക്കൽ ആൾക്കാർ ചെയ്തതല്ല, പുറത്തുള്ളവരാ. നിങ്ങൾ അടുത്തുള്ള CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തോ? സർ, റെസ്റ്റോറൻറ്റിൽ CCTV ഉണ്ട്. പക്ഷേ രാധിക എവിടുന്നാണോ കാണാതായത് ആ പ്രദേശത്തെങ്ങും CCTV ഇല്ലായിരുന്നു. ഞാൻ അവിടെ എല്ലാവരോടും അന്വേഷിച്ചു, പക്ഷെ ഒരു തെളിവും കിട്ടിയില്ല. ഇതൊരു തലവേദന പിടിച്ച കേസാണല്ലോ. ആ റെസ്റ്റോറൻറ്റിന്റെ പേരെന്താന്ന് പറഞ്ഞ്? സാർത്ഥക് റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ. സാർത്ഥക് റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ. നിങ്ങളൊന്ന് ചെയ്യേ, അജയന്റെ ഓഫീസിൽ പോയി അയാളുടെ കൊളീഗ്സിനോട് സംസാരിക്കാം. ഫാസ്റ്റ്. സർ.
ആ രാജ്ദീപ് പറഞ്ഞോ. സാറേ, ഞാൻ അജയന്റെ അയൽവക്കത്തും ഓഫീസിലും ഒക്കെ പോയി കാര്യങ്ങൾ അന്വേഷിക്കാൻ നോക്കി. സാറേ, പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ സാറേ, ഈ രാധിക അയാളുടെ രണ്ടാമത്തെ ഭാര്യയെ. ആഹാ, അപ്പൊ ആദ്യത്തെ ഭാര്യയെ? സാറേ, അവര് വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ താങ്കൾക്ക് ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, അടുത്തുള്ള ആൾക്കാരോട് ചോദിക്കുക, എന്തെങ്കിലും അറിയാൻ പറ്റും. ഓക്കെ സർ. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് സർ. ഉടൻ തന്നെ റിസൾട്ട് കിട്ടും. ഓക്കെ സർ. ജയൻ സർ. സർ, ഞങ്ങൾ അവിടെ അടുത്തൊക്കെ അന്വേഷിച്ചു. അവിടുത്തെ അയൽവക്കക്കാരെന്താ പറഞ്ഞെന്ന് വെച്ചാ, സാറേ, ഇത്രയും തെളിവുകൾ മതിയാവും അയാളെ പൊക്കാൻ. ഇല്ല രാജ്ദീപ്, ഇനിയും തെളിവുകൾ വേണം. സാറേ, പോലീസിന്റെ 2 ഇടി കിട്ടിയിട്ടുണ്ടാവാൻ താത്ത പറയുന്ന പോലെ പറയാൻ തുടങ്ങും. നോക്കാം. അവൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് അവനെ പൊക്കണം. ഹലോ അജയ്, രാധികയെ പറ്റി ഇൻഫോ കിട്ടി. നിങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നോളൂ. എന്ത് ഇൻഫർമേഷൻ കിട്ടിയെന്നാ? എങ്ങനെ? നിങ്ങൾ അങ്ങോട്ടേക്ക് വാ, ഞാൻ കാര്യം പറയാം. എങ്ങോട്ട് ഓടാനായി നോക്കുന്നേ? സാറേ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയായിരുന്നു. എന്നാ പിന്നെ വാ, ഒരുമിച്ച് പോയേക്കാം. ശരി. രാധിക എവിടെയാ പറയാൻ? സാറേ, എനിക്ക് അറിഞ്ഞൂടെ രാധിക എവിടെയാണെന്ന്. എടാ ചേറ്റേ, പോലീസ് ആരാണെന്നാടാ വിചാരിച്ചിരിക്കുന്നത്? സത്യം പറ, രാധിക എവിടെയാണെന്ന് പറ. സാറേ, നിങ്ങൾ എന്തായി പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. എല്ലാം മനസ്സിലാക്കി തരാം. മാഡം, അഞ്ജലിയെ വിളിക്കേ. അഞ്ജലി പറയൂ, അന്ന് എന്താ സംഭവിച്ചേ? ദേ നോക്കൂ, നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല, പറഞ്ഞോളൂ. സർ, എന്നാണ് രാധികയെ കാണാതായത് അതിന്റെ തലേന്ന് എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നിരുന്നു. ഞാൻ അവളെ വിളിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. The number you are trying to call is currently not reachable. The number you are trying to call is currently not reachable. സർ, വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് അവള് വീട്ടിലില്ലെന്നറിഞ്ഞത്. അടുത്ത ദിവസം ചെന്നപ്പോൾ അജയ് പറഞ്ഞു അവള് അമ്മായിയെ കാണാൻ ഗ്രാമത്തിലേക്ക് പോയെന്നു. വരുമ്പോ എന്നോട് പറയാന്നും പറഞ്ഞു. സർ, ഇതാണ് ഓഡിയോ. അഞ്ജലി, എനിക്ക് പേടിയാവുന്നു. ഈ അജയ് ഒരു മനുഷ്യനല്ല, മൃഗമാണ്. അവൻ ചിലപ്പോ എന്നെ കൊല്ലാനും സാധ്യതയുണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്റെ അച്ഛനെ അമ്മയെ ഈ ഓഡിയോ കേൾപ്പിക്കണം. അവൻ എന്നെ എന്ത് വേണേലും ചെയ്യും. അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ ഇത് നീ എല്ലാവരെയും കേൾപ്പിക്കണം. അവൻ എന്നെ വിളിക്കുന്നു, ഞാൻ പോട്ടെ. ഇപ്പൊ സത്യം പറ, രാധിക എവിടെയാ പറയാൻ? എടി, എവിടെയാ? ഒന്ന് പെട്ടെന്നാക്ക്. ദാ വരുന്നു. ലേറ്റ് ആകുക, ഒന്ന് പെട്ടെന്ന് വാ. പോകാം. ഇതെന്തോ ഇട്ടിരിക്കുന്ന നീ? 1 പീസ്. ചെല്ല്, പോയി മാറ്റിയിട്ട് വാ.
എന്തിന്? ഇതിനെന്ത് കുഴപ്പമുള്ളത്? നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെറിയ ഡ്രസ് ഇട്ടുകൊണ്ട് എന്റെ മുമ്പിൽ വന്ന് നിൽക്കരുതെന്ന്. ഇതിലെന്താ കുഴപ്പമുള്ളെന്ന് ആദ്യം പറ. ഇപ്പൊ ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. എന്നോട് നീ തർക്കിക്കോടി. ഓ, ആ! അന്ന് നിന്റെ മുതലക്കണ്ണീര് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയതാ. പിന്നെ നിന്റെ ആദ്യ ഭാര്യയെ കൂടെ കണ്ടപ്പോ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. പിന്നീട് ഞാൻ നിന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ പറയേ, രാധിക എവിടെയുള്ള? പറയോ, പറയാൻ. കൊന്നു കളഞ്ഞു ഞാൻ അവളെ. ഒരു വേശ്യയെ പോലെ നടന്നുകൊണ്ടിരുന്നേ. ശരീരം കാണിക്കാൻ അവൾക്ക് നല്ല താല്പര്യമായിരുന്നു. അതുകൊണ്ട് അവളെ കൊന്നിട്ട് ഞാൻ അവളുടെ പുറത്ത് ആസിഡ് ഒഴിച്ച് ഞാൻ കത്തിച്ചു. ഇനിയിപ്പൊ ഞാൻ ഇവളെ വെറുതെ വിടില്ല. ഇവളെ ഞാൻ കൊല്ലും. അതിന് നീ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ശരിയാണ്, ഒരു മനുഷ്യന്റെ സ്വഭാവം എപ്പോൾ എങ്ങനെ മാറുമെന്ന് പറയാനാവില്ല. അജയെപ്പോലുള്ള വേട്ടക്കാരന്മാർ ഇന്നും ഈ സമൂഹത്തിൽ സ്വതന്ത്രരായി നടക്കുന്നു. അവർ എന്നെയും നിങ്ങളെയും പോലെ സാധാരണ മനുഷ്യരാണ്. പലപ്പോഴും ഇത്തരം ഇരട്ടമുഖമുള്ള ആളുകൾ ലോകത്തെ അത്രയും സമർത്ഥമായി വഞ്ചിക്കുന്നതിനാൽ നമ്മളും ആ വഞ്ചനയിൽ വീണുപോവാറുണ്ട്. ഇത്തരക്കാരിൽ നിന്ന് എപ്പോഴും ജാഗ്രത പാലിക്കണം. ആരോടെങ്കിലും ചെറിയൊരു സംശയം തോന്നിയാലും ഉടൻ തന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണം. സ്വന്തം സുരക്ഷയ്ക്ക് എപ്പോഴും മുൻഗണന നൽകണം. ഞാനാണ് കഞ്ചൻ അവസ്ഥി. നിങ്ങളോടിപ്പോൾ വിട ചോദിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം ക്രൈം ചക്രയുടെ ഒരു പുതിയ എപ്പിസോഡിൽ പുതിയ കഥയുമായി. അതുവരെ കാത്തിരിക്കൂ, സുരക്ഷിതരായിരിക്കൂ. ജയ് ഹിന്ദ്.